വിജയത്തിലേക്കുള്ള വഴിയിൽ 30 വർഷത്തിന്റെ സേവന പാരമ്പര്യവുമായി നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള LKG അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത. ദേശമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ മഴക്കാലപൂർവ്വ ശുചീകരണം മെഗാ ക്ലീനിംഗ് ഡ്രൈവ് 2026 ആരംഭിച്ചു. രോഗമുക്ത ദേശമംഗലം ശുചിത്വ ഗ്രാമം എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടുള്ള ശുചീകരണത്തിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KC സന്ധ്യ നിർവഹിച്ചു. മെയ് 13 മുതൽ 26 വരെ ഗ്രാമപഞ്ചായത്തിലെ 16 വാർഡുകളിലും വാർഡ് മെമ്പർമാരുടെയും വാർഡ് തല സാനിറ്റേഷൻ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് KC സന്ധ്യ അറിയിച്ചു. മറ്റു മെമ്പർമാർ, അംഗനവാടി ടീച്ചർമാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, സെക്രട്ടറി, AS അടക്കമുള്ള HA അടക്കമുള്ള എല്ലാ പ്രിയപ്പെട്ടവരെ, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളിപ്പോൾ നടത്താൻ പോകുന്നത് മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ആ ഒരു മുന്നൊരുക്കമാണ്. ഈ മഴക്കാലം വന്നു കഴിഞ്ഞാൽ വേനൽക്കാലത്ത് നിന്ന് മഴക്കാലത്തിലേക്ക് മാറുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, പല പല അസുഖങ്ങൾ ഓരോരുത്തർക്കും വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പൊ പലയിടത്തും വെള്ളക്കെട്ടുകളായിരിക്കും, കാടുകൾ മൃഗങ്ങളൊക്കെ കിടക്കുന്നത് കൊണ്ട് തന്നെ പല അസുഖങ്ങളും നമ്മുടെ പല പ്രദേശങ്ങളിലും അറിയപ്പെടുന്നുണ്ട്. നമ്മുടെ ദേശമംഗലത്ത് അങ്ങനെ ഒരു അസുഖം ഉണ്ടാവരുത്. അതിനുവേണ്ടി നമ്മുടെ ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് മുന്നിട്ടിറങ്ങി ഓരോ വാർഡുകളിലും കൃത്യമായ രീതിയിൽ മഴക്കാലം തുടങ്ങുന്നതിന് മുന്നേ തന്നെ എല്ലാ ഭാഗവും വൃത്തിയാക്കി ഒരു അസുഖമില്ലാത്ത പഞ്ചായത്തായി നമ്മുടെ ദേശമംഗലം പഞ്ചായത്തിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരണം. എപ്പോഴും എന്നും നമ്മുടെ ഈ ഒരു ദേശമംഗലം പഞ്ചായത്ത് വളരെ ആരോഗ്യപൂർണമായി തന്നെ നിലനിൽക്കണം. അതിന് നമ്മൾ എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഇന്ന് ഈ പഞ്ചായത്ത് തല ഉദ്ഘാടനത്തെ എല്ലാവരെയും ഒരാളെയും വിടാതെ എല്ലാവരെയും നമ്മൾ ഒത്തുചേർത്ത് കൊണ്ടുവന്നു. കൊണ്ടയൂർ ഗവൺമെന്റ് ALP സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KS സലീം അധ്യക്ഷനായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS ലക്ഷ്മണൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന ഗോപൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ M മഞ്ജുള, വാർഡ് മെമ്പർമാരായ മനോജ്, ഷിഹാബ് വറവട്ടൂർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. നാളെ മുതൽ എല്ലാ പഞ്ചായത്ത് മെമ്പർമാരുടെ നേതൃത്വത്തിൽ 16 വാർഡിലും നാളെ മുതൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ്. അപ്പൊ നമ്മുടെ പഞ്ചായത്തിൽ ഈ മഴക്കാലത്ത് ഒരു രോഗമില്ലാത്ത നല്ലൊരു പഞ്ചായത്തായിട്ട് സംസ്ഥാന ഗവൺമെന്റിൽ ഏറ്റവും നല്ല പഞ്ചായത്തായിട്ട് നമുക്ക് തെരഞ്ഞെടുക്കാവുന്ന പ്രവർത്തിക്കാനും നമുക്ക് കഴിയണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഒത്തൊരുമിച്ച് നിന്ന് ഈ പഞ്ചായത്തിന്റെ പ്രവർത്തനത്തിന് നമ്മളോടൊപ്പം നിന്ന് സഹകരിക്കാൻ വേണ്ടി വന്ന മുഴുവൻ ആശാപ്രവർത്തകർക്കും, ആരോഗ്യ പ്രവർത്തകർക്കും, അംഗൻവാടി ടീച്ചർ, ഹെൽപ്പർ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകൾക്കും ഇത് നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഉച്ചയാകുമ്പോഴേക്കും നമുക്ക് ഇതിന്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിലെ ഒരു കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ അധികം അസുഖങ്ങളൊന്നും തന്നെ നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഡെങ്കിപ്പനി ആണെങ്കിലും എലിപ്പനി അതുപോലുള്ള കേസുകൾ നമുക്ക് മറ്റ് പഞ്ചായത്തുകളെ അപേക്ഷിച്ച് വളരെ കുറവാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷെ എന്നിരുന്നാലും നമുക്ക് ജാഗ്രത ഒട്ടും തന്നെ കുറയ്ക്കാൻ പറ്റില്ല. നമുക്ക് കണക്കുകൾ പ്രകാരം ഇപ്പോൾ ഡെങ്കിപ്പനിയുടെ ഒരു ഔട്ട് ബ്രേക്ക് പല പഞ്ചായത്ത്, ഒല്ലൂര് തുടങ്ങി പല പഞ്ചായത്തുകളിലും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പഞ്ചായത്തും അതിനൊരു നല്ല ഈ പറഞ്ഞ പോലെ ഒരു കാലാവസ്ഥാപരമായിട്ടൊക്കെ നോക്കുകയാണെങ്കിലും നമ്മുടെ ഭൂപ്രകൃതിയൊക്കെ ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരാൻ വളരെ പ്രോണായിട്ടുള്ള സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ എല്ലാ വാർഡുകളും ഈ പറഞ്ഞ പോലെ മഴക്കാല പൂർവ്വ ശുചീകരണത്തിൽ എല്ലാവരും പങ്കാളികളായിക്കൊണ്ട് നടത്തണം. മറ്റ് വാർഡ് മെമ്പർമാരായ ചലിത കൃഷ്ണപ്രസാദ്, ജയലക്ഷ്മി, ഹരിദാസ്, ഫർസാന, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ജസ്റ്റിൻ ലാൽ, അസിസ്റ്റന്റ് സെക്രട്ടറി പ്രേംചന്ദ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. മെഗാ ക്ലീനിംഗ് ഡ്രൈവിൽ ആശാ വർക്കർമാർ, ആരോഗ്യ പ്രവർത്തകർ, ഹെൽത്ത് ഇൻസ്പെക്ടർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, നാട്ടുകാർ, അംഗൻവാടി പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. റൈറ്റ് വിഷൻ ന്യൂസ്, ദേശമംഗലം. വിജയത്തിലേക്കുള്ള വഴിയിൽ 30 വർഷത്തിന്റെ സേവന പാരമ്പര്യവുമായി നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള LKG അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. UKG മുതൽ 6ാം ക്ലാസ് വരെയുള്ള പ്രവേശനം തുടരുന്നു. ഈ അധ്യയന വർഷം മുതൽ 7ാം ക്ലാസും ആരംഭിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള ക്ലാസുകൾ, കമ്പ്യൂട്ടർ ലാബ്, ലൈബ്രറി, സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ, സൗജന്യ അബാക്കസ് പരിശീലനം, അറബിക് പഠന സൗകര്യം, വാഹന സൗകര്യം, CCTV ക്യാമറ സംവിധാനം, സൗജന്യ കരാട്ടെ പരിശീലനം, കലാകായിക രംഗത്ത് പ്രത്യേക പരിശീലനം, ഓപ്പൺ സ്റ്റേജ്, ചിൽഡ്രൻസ് പാർക്ക്, വിശാലമായ കളിസ്ഥലം എന്നിവയും.
പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് പ്രത്യേക ക്ലാസുകളും ഡൊണേഷൻ ഇല്ലാതെ മിതമായ ഫീസും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂളിന്റെ പ്രത്യേകത. നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ, ദേശമംഗലം, കൂട്ടുപാത. ഫോൺ 8590080220 9645710222.